ആക്സിസ് മൈ ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ച് TVK 2 മുതൽ 4 വരെ മാത്രമേ നേടൂ. അതായത് തമിഴ്നാട്ടിൽ അവിശ്വസനീയമാം വിധം ഒരു തരംഗമുണ്ടാക്കുമെന്ന് കരുതി വിജയുടെ TVK 2 മുതൽ 4 വരെ സീറ്റുകൾ. വിജയ് ജയിക്കും. വിജയുടെ കൂടെ ഒരു വിജയ് 2 സീറ്റ് മത്സരിക്കുന്നുണ്ട്. ആക്സിസ് മൈ ഇന്ത്യയുടെ കൗതുകകരമായ ഒരു കാര്യം, ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്ക് പ്രകാരം TVKക്ക് 2 മുതൽ 4 സീറ്റുകൾ നേടിയേക്കാം. എന്ന് പറഞ്ഞാൽ വിജയ് മത്സരിക്കുന്ന 2 സീറ്റുകളിലും പിന്നെ 2 സീറ്റിലേ ജയിക്കൂ. മാക്സിമം മിനിമം വിജയ് മാത്രമേ UDFന്റെ ഭരണം ഉണ്ടാകുമെന്ന് പുതുച്ചേരിയിൽ വേണ്ടിയ ഭരണം നിർത്തുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ. പുതുച്ചേരിയിൽ 16 മുതൽ 20 സീറ്റുകൾ വരെ. പീപ്പിൾസ് ഫസ്റ്റ് TVKക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട മാന്യമായ ഫലമാണ് നൽകുന്നത്. കാരണം TVKക്ക് 18 മുതൽ 24 വരെ എന്നുള്ളതാണ് പീപ്പിൾസ് പൾസ് പറയുന്നത്. DMK 125 മുതൽ 145 വരെ, ADMK 65 മുതൽ 80 വരെ. അപ്പൊ 2 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ആസാമിൽ കോൺഗ്രസ് ദയനീയമായി വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. പക്ഷേ കേരളം കോൺഗ്രസിന് തുരുത്താവുന്നു അല്ലേ? പശ്ചിമ ബംഗാളിൽ തൃണമൂലിന് അനുകൂലമായി പശ്ചിമ ബംഗാളിൽ NDA അട്ടിമറി. ഇതുവരെ വന്ന എക്സിറ്റ് പോളുകൾ പ്രകാരം കേരളത്തിൽ UDF അധികാരത്തിലേക്കെന്നും അസമിൽ BJP തൂത്തുവാരുമെന്നും ബംഗാളിൽ അട്ടിമറിയെന്നും പുതുച്ചേരിയിൽ NDAക്ക് തുടർഭരണമെന്നും തമിഴ്നാട്ടിൽ DMKക്ക് തുടർഭരണമെന്നും NDA തമിഴ്നാട്ടിൽ പച്ചതൊടില്ല, TVK വിജയിയുടെ പാർട്ടി തമിഴ്നാട്ടിൽ പച്ചതൊടില്ലെന്ന് വിവിധ ഏജൻസികൾ പറയുന്നു. ബംഗാളിൽ ദീദി തോറ്റുപോകുമെന്നുള്ളതാണ്. ദീദി മോദിക്ക് മുന്നിൽ തോറ്റുപോകുമെന്ന് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പ്രധാനപ്പെട്ട സൂചന പുതുച്ചേരിയിൽ ഇത്തവണ NDA പിടിക്കുമെന്നാണ്. 40% വോട്ട് നേടി അവിടെ അധികാര തുടർച്ച. DMK അവിടെ 30% പശ്ചിമ ബംഗാളിൽ നോക്കുമ്പോൾ BJPയും തൃണമൂലും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണി വേഴ്സസ് NDA എന്ന് പറയുന്ന ഒരു ഫോമാറ്റിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മളത് സംസാരിക്കുന്നത്. പക്ഷെ അവിടെ ജനാധിപത്യ പാർട്ടി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ നടക്കുമ്പോഴൊക്കെ ആളുകളുടെ മനസ്സ് ഏത് വഴിക്ക് പോകുമെന്ന കാര്യത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. കോൺഗ്രസ് സംഘർഷം അവിടെ മാധു, ബംഗാളിൽ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ട്. കേരളത്തിൽ പറയുന്നത് പോലെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മമതയ്ക്ക് മാത്രം അനുകൂലമാണ്. പക്ഷെ ഈ പറയുന്ന ഒരു സർവേ പോലും 150 മേലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് അവിശ്വസനീയമാം വിധമുള്ള റിസൾട്ടാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹിന്ദു വിഭാഗത്തിൽ തന്നെ, പ്രത്യേകിച്ച് മധുവ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഹിന്ദു വോട്ടർമാരുടെ അസംതൃപ്തി അവിടെയുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയവരിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കളായിട്ടുള്ളവരുണ്ട്. അവർക്ക് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അവസാന ഘട്ടത്തിൽ തീവ്രമായ രീതിയിൽ വരികയും ട്രിബ്യൂണൽ അവരുടെ പരാതി കേൾക്കാതിരിക്കുകയും ചെയ്തതിലുള്ള കടുത്ത വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുകൾ നിലനിൽക്കെ എങ്ങനെയാണ് കേവല ഭൂരിപക്ഷം കടന്നു പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് 180 സീറ്റാണ് മിനിമം എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. മിനിമം എന്നുവെച്ചാൽ കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് 180 മുതൽ 200 വരെ സീറ്റുകൾ നേടാമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ മമതാ ബാനർജി നേടിയ സീറ്റുകൾ 223 എവിടെ പോയി? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ മൈനോറിറ്റി വോട്ടുകൾ മോദിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു നീക്കമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരുപക്ഷെ അടയാളപ്പെടുത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിധി വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നായിരിക്കും. വെസ്റ്റ് ബംഗാൾ അങ്ങനെ മോദിക്ക് കീഴ്പ്പെടുകയാണെങ്കിൽ, അഥവാ മോദി പിടിച്ചെടുക്കുകയാണെങ്കിൽ, അവിടെ ദീദി തോറ്റുപോവുകയാണെങ്കിൽ ആ വിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നിർണായകമായ ദിശാസൂചനയായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നിറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ. കേരളം പോലെ തമിഴ്നാട് പോലെ നമ്മൾ അടയാളപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് BJP എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരു പാർട്ടിയാണ്. അവിടുത്തെ ഭാഷയുമായോ അവിടുത്തെ സംസ്കാരവുമായോ ബന്ധമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രാദേശിക വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മമതാ ബാനർജി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത്. ഏറ്റവും ശക്തമായി ഫൈറ്റ് ചെയ്തിരുന്ന ഒരു ലീഡറാണ്. 2011 184 സീറ്റ് അവിടെ നിന്ന് പടിപടിയായിട്ട് ഉയരുകയാണ്. 15 വർഷം മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ അധികാരത്തിലുണ്ട്. 184, 211, അതിനുശേഷം 220 സീറ്റുകളിലധികം നേടിയാണ് 2021 അധികാരത്തിൽ വരുന്നത്. അതായത് 184 തുടങ്ങിയ പടയോട്ടമാണ്. CPM-ൽ നിന്ന് അധികാരം പിടിച്ചെടുത്തുകൊണ്ട് മമതാ ബാനർജി തുടങ്ങിയ പടയോട്ടം ഒടുവിൽ BJP-യുടെ മുന്നിൽ 15 വർഷത്തിന് ശേഷം സമർപ്പിക്കുന്നത് അവിശ്വസനീയമല്ലേ? മുഖ്യമന്ത്രിയാകും. എവിടെയാണ് ഒരു കാലത്ത് മമതയുടെ ഏറ്റവും ഉറ്റത്തോടൻ, മമതയുടെ രാഷ്ട്രീയ തേരാളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ന് പോലും നേർക്കുനേർ തീപ്പൊരി മാറുന്ന പോരാട്ടമാണ് അവർ തമ്മിൽ ഉണ്ടായത്. അവിടെ വോട്ട് ചെയ്യാൻ മുഖാമുഖം എത്തിയപ്പോൾ